എല്ലാ സുഹൃത്തുക്കൾക്കും കരിയർ ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അലഹാബാദ് യൂണിവേഴ്സിറ്റിയാണ് 361 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നതെന്നും അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തൊക്കെയാണെന്നും അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി എത്രയൊക്കെയാണെന്നും പരിശോധിക്കാം. 1. ആനിമൽ അറ്റൻഡൻറ്റ്, 2. അസിസ്റ്റൻറ്റ് ഡ്രാഫ്റ്റ്മാൻ, 3. ബോട്ട്മാൻ, ഗ്രൗണ്ട്സ്മാൻ, വാട്ടർമാൻ, അടുത്തത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, അടുത്തത് ഡ്രാഫ്റ്റ്മാൻ, അടുത്തത് ഡ്രൈവർ, ഹിന്ദി ടൈപ്പിസ്റ്റ്, ജൂനിയർ ഓഫീസ് അറ്റൻഡൻറ്റ്, ലബോറട്ടറി അസിസ്റ്റൻറ്റ്, ലബോറട്ടറി അറ്റൻഡൻറ്റ്, ലൈബ്രറി അറ്റൻഡൻറ്റ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് MTS, ഫാർമസിസ്റ്റ്, സെമി പ്രൊഫഷണൽ അസിസ്റ്റൻറ്റ്, സിക്ക് അറ്റൻഡൻറ്റ്, സ്റ്റെനോഗ്രാഫർ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, വയർമാൻ, എക്സ്റേ ടെക്നീഷ്യൻ എന്നീ പോസ്റ്റുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നത്. അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി പരിശോധിക്കുക. ആനിമൽ അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്ക് 35 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. അസിസ്റ്റൻറ്റ് ഡ്രാഫ്റ്റ്മാൻ 35 വയസ്സ്, ബോട്ട്മാൻ, ഗ്രൗണ്ട്സ്മാൻ, വാട്ടർമാൻ 30 വയസ്സ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ 30 വയസ്സ്, ഡ്രാഫ്റ്റ്മാൻ 35 വയസ്സ്, ഡ്രൈവർ 35 വയസ്സ്, ഹിന്ദി ടൈപ്പിസ്റ്റ് 30 വയസ്സ്, ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ് 30 വയസ്സ്, ലബോറട്ടറി അസിസ്റ്റൻറ്റ് 30 വയസ്സ്, ലബോറട്ടറി അറ്റൻഡൻറ്റ് 30 വയസ്സ്, ലൈബ്രറി അറ്റൻഡൻറ്റ് 30 വയസ്സ്, MTS 30 വയസ്സ്, ഫാർമസിസ്റ്റ് 35 വയസ്സ്, സെമി പ്രൊഫഷണൽ അസിസ്റ്റൻറ്റ് 35 വയസ്സ്, സിക്ക് അറ്റൻഡൻറ്റ് 30 വയസ്സ്, സ്റ്റെനോഗ്രാഫർ 30 വയസ്സ്, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് 35 വയസ്സ്, വയർമാൻ 30 വയസ്സ്, എക്സ്റേ ടെക്നീഷ്യൻ 35 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ആനിമൽ അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഹയർ സെക്കൻഡറി അല്ലെ ഇക്വലൻ്റ് എക്സാമിനേഷൻ സയൻസ് സബ്ജക്റ്റിൽ പാസ്സായിരിക്കണം. 2 വർഷത്തെ പ്രവൃത്തി പരിചയം ലബോറട്ടറി വർക്കിൽ ആവശ്യമാണ്. ഡ്രാഫ്റ്റ്മാൻ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഡ്രാഫ്റ്റിങ്ങിൽ ഡിപ്ലോമ പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ആർക്കിടെക്ചറിൽ 55% മാർക്കോടെ പാസ്സായിരിക്കണം. ഏതെങ്കിലും ഒരു അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഡിപ്ലോമ പാസ്സായിരിക്കണം. ബോട്ട്മാൻ, ഗ്രൗണ്ട്മാൻ, വാട്ടർമാൻ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഒന്നുകിൽ BCA പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ വിത്ത് PGDCA പാസ്സായിരിക്കണം, അല്ലെങ്കിൽ BSc ഇൻ കമ്പ്യൂട്ടർ CS, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ITI, അല്ലെങ്കിൽ BBA ഇൻ IT. അതിനോടൊപ്പം തന്നെ പ്രവൃത്തി പരിചയം ഓഫീസ് അസിസ്റ്റൻറ്റ് ടൂളുകളായ MS ഓഫീസ് അല്ലെങ്കിൽ ഓപ്പൺ ഓഫീസ് തുടങ്ങിയവ അറിഞ്ഞിരിക്കണം. ഡ്രാഫ്റ്റ്മാൻ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഡിപ്ലോമ ആർക്കിടെക്ചറിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ITI ഡിപ്ലോമ. ഡ്രാഫ്റ്റ്മാൻ സിവിലിൽ 55% മാർക്കോടെ പാസ്സാകുകയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. ഡ്രൈവർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ തുല്യമായ ഒരു പരീക്ഷ പാസ്സായിരിക്കണം. കൂടാതെ വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ലൈറ്റ്, മീഡിയം, ഹെവി വെഹിക്കിൾസിൻ്റെ ആവശ്യമാണ്. ഹിന്ദി ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത +2 പാസ്സായിരിക്കണം. 35 വേർഡ്സ് പെർ മിനിറ്റ് ഇംഗ്ലീഷും 30 വേർഡ്സ് പെർ മിനിറ്റ് ഹിന്ദി ടൈപ്പിങ്ങും അറിഞ്ഞിരിക്കണം. ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രി 50% മാർക്കോടെ പാസ്സായിരിക്കണം. കൂടാതെ ടൈപ്പിംഗ് സ്പീഡ് 30 വേർഡ്സ് പെർ മിനിറ്റ് ഇംഗ്ലീഷും 25 വേർഡ്സ് പെർ മിനിറ്റ് ഹിന്ദിയും കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ലബോറട്ടറി അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, സൈക്കോളജി, കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കണം. കൂടാതെ ടൈപ്പിംഗ് സ്പീഡും പറഞ്ഞിട്ടുണ്ട്. 30 വേർഡ്സ് പെർ മിനിറ്റ് കമ്പ്യൂട്ടറിൽ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ലബോറട്ടറി അറ്റൻഡൻറ്റ്
പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഹയർ സെക്കൻഡറി പാസ്സായിരിക്കണം, അല്ലെ തുല്യമായ ഒരു പരീക്ഷ സയൻസ് സബ്ജക്റ്റിൽ പാസ്സായിരിക്കണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ലബോറട്ടറി ഫീൽഡിൽ ഉണ്ടായിരിക്കണം. ലൈബ്രറി അറ്റൻഡൻറ്റ് പോസ്റ്റിൽ അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഹയർ സെക്കൻഡറി അല്ലെ ഇക്വലൻ്റ് എക്സാമിനേഷൻ പാസ്സായിരിക്കണം. കൂടാതെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ലൈബ്രറി സയൻസിൽ ഉണ്ടായിരിക്കണം. MDS പോസ്റ്റിൽ അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള പരീക്ഷ പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ITI പാസ്സായിരിക്കണം. ഫാർമസിസ്റ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ബാച്ചുലേഴ്സ് ഡിഗ്രി ഇൻ ഫാർമസി പാസ്സായിരിക്കണം. 10+2 2 വർഷത്തെ ഡിപ്ലോമ ഇൻ ഫാർമസിയും പാസ്സായിരിക്കണം. സെമി പ്രൊഫഷണൽ അസിസ്റ്റൻ്റ് ആണെങ്കിൽ BLIB-SC അല്ലെങ്കിൽ BLI-SC വിത്ത് 50% മാർക്കോടെ പാസ്സായിരിക്കണം. സിക്ക് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ 10ാം ക്ലാസ് അല്ലെങ്കിൽ തുല്യമായ പരീക്ഷ പാസ്സായിരിക്കണം. സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ ആണ്. ഇംഗ്ലീഷ് ടൈപ്പിംഗ് 40 വേർഡ്സ് പെർ മിനിറ്റും ഇംഗ്ലീഷ് സ്റ്റെനോഗ്രഫി 40 വേർഡ്സ് പെർ മിനിറ്റും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ഏതെങ്കിലും ബാച്ചിലേഴ്സ് ഡിഗ്രി ആവശ്യമാണ്. ഇലക്ട്രിക്കലിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൽ. വയർമാൻ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫൈഡ് കോഴ്സ് ഇലക്ട്രിക്കൽ ട്രേഡിൽ പഠിച്ചു പാസ്സായിരിക്കണം. ഏതെങ്കിലും ഒരു അംഗീകൃത ITIയിൽ നിന്ന്, അല്ലെങ്കിൽ വയർമാൻ കോഴ്സോ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കോഴ്സോ ഏതെങ്കിലും ഒരു അംഗീകൃത ITIയിൽ നിന്ന് പഠിച്ചു പാസ്സായിരിക്കണം. എക്സ്റേ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത എക്സ്റേ ടെക്നോളജിയിൽ ഡിപ്ലോമ പാസ്സായിരിക്കണം. ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷകൾ അയക്കുന്നതിന് അപേക്ഷാ ഫീസ് പറഞ്ഞിട്ടുണ്ട്. ജനറൽ EWS OBC വിഭാഗത്തിന് 1000 രൂപയും SC/ST 400 രൂപയും വുമൺ കാൻഡിഡേറ്റ്സിനും PWD കാൻഡിഡേറ്റ്സിനും ഫീസ് ബാധകമല്ല. അപേക്ഷകൾ ഓൺലൈൻ മുഖേനയാണ് അയക്കേണ്ടത്. അപേക്ഷകൾ അയക്കേണ്ടത് www.allDUNIV.ac.in എന്ന വെബ്സൈറ്റിൽ മുഖേനയാണ്. ഒക്ടോബർ 23 അപേക്ഷകൾ അയക്കാനുള്ള അവസാന തീയതി. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുക. താങ്ക് യു.